ഹായ് സ്വീറ്റീസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഐ മേക്കപ്പ് ആണ് ഫോർ ഹൂഡഡ് ഐസ്. അപ്പം എല്ലാവർക്കും ഭയങ്കര പരാതിയാണ്, ഹൂഡഡ് ഐസ് ആയതുകൊണ്ട് ഐലൈനർ ഒന്നും ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ല, പരന്നു പോകുന്നു എന്നൊക്കെ. നമുക്കിത് സിമ്പിളായിട്ട് ഇന്ന് ചെയ്തെടുക്കാം കേട്ടോ. വൺസ് അഗെയിൻ വെൽക്കം. ഞാനിപ്പോൾ എൻ്റെ രണ്ട് കണ്ണിലും കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ഹൂഡഡ് ഐയും പിന്നെ ഒന്ന് എക്സ്ട്രീം ഹൂഡഡ് ഐയും ആണ്. ഫസ്റ്റ് നമുക്ക് ഐബ്രോ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഐബ്രോസ് കുറച്ച് ലിഫ്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മുകളിൽ നിന്ന് താഴത്തേക്ക് ഞാൻ കോംബ് ചെയ്ത് കൊടുത്തിട്ട് മുകളിലെ പോർഷൻ ഒന്ന് ഗ്യാപ്പുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും കോംബ് ചെയ്തിട്ട് താഴെ നിന്ന് മുകളിലോട്ടാണ് ഞാൻ കോംബ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് താഴെയുള്ള ഭാഗം ഉണ്ടല്ലോ പ്രിസൈസായിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക. ഞാൻ നോർമലായിട്ടുള്ള ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു പെൻസിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗ്യാപ്പ് വരുന്ന പോർഷൻസൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓവറായിട്ടൊന്നും കൊടുക്കുന്നില്ല, ഭയങ്കര ബോറായി പോവും. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐബ്രോസും ഐയും തമ്മിലുള്ള ഗ്യാപ്പ് ഭയങ്കര കുറവായിട്ട് ഫീൽ ചെയ്യും. അതാണ് ഈ ഹൂഡഡ് ഐസിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് പലരും പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ വലിയ കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ട് ഐബ്രോസും ഫില്ല് ചെയ്യുന്നുണ്ട് ഞാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രീസ് ഉണ്ടല്ലോ, ക്രീസിന് മുകളിലും താഴെയും ഒരേ കളർ വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഐ ഷാഡോ. അപ്പോൾ നമുക്കൊരു ഫോൾസ് ഇമേജ് ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ കണ്ണ് രണ്ട് ഭാഗമായിട്ട് പോർഷനായിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല. നെക്സ്റ്റ് നമ്മൾ ഐലൈനർ എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം ഉണ്ടല്ലോ 3/4 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ണിൻ്റെ ബാക്ക് പോർഷൻ കുറച്ച് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഐലൈനർ വെച്ചിട്ട്. നമ്മൾ നോർമൽ ഐലൈനർ തന്നെ യൂസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐലിഡ്സ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ കൂടെ ഡ്രോ ചെയ്ത് കൊടുക്കണം. വളരെ തിന്നായിട്ടാണ് കേട്ടോ ഞാൻ വരച്ചു കൊടുക്കുന്നത്. നമ്മൾ തിക്കായിട്ട് അങ്ങനെ വരച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തന്നെയാണ് ഭംഗി. എന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത ഭാഗം ഞാൻ നന്നായിട്ടൊന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ വിങ് ഇടുമല്ലോ ആ ഒരു പോർഷൻ നന്നായിട്ട് ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ ഒന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കണ്ണിന് കുറച്ച് നീളമുള്ള പോലെ ഒരു ഫീല് വരും കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഐഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ബ്ലാക്ക് കളർ ഐഷാഡോ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പകുതി വരെ ഫില്ല് ചെയ്താൽ മതി. പകുതിയിലേക്ക് എത്തും തോറും നമ്മളിങ്ങനെ ചെറുതായി നേർപ്പിച്ചുകൊണ്ട് വരണം. ഫുള്ളായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത്ര ഭംഗി കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്മഡ്ജ് ചെയ്യുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വിങ്ങും കൂടി കിട്ടും കേട്ടോ. ഞാൻ മറ്റേ കണ്ണിലും കൂടി കാണിച്ചു തരാം. കുറച്ച് സ്പീഡ് കൂട്ടിയിടുന്നുണ്ട്, നമ്മൾ ഓൾറെഡി ചെയ്തതാണല്ലോ അതുകൊണ്ട്. ഇതാകുമ്പോൾ കുറച്ചും കൂടി കൊച്ചു കണ്ണാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. നമ്മൾ നോർമലി ഐലൈനറൊക്കെ എഴുതുമല്ലോ, അതിൽ നിന്നൊന്ന് ഇതുപോലെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടായിരിക്കും കേട്ടോ. സിമ്പിളായിട്ടുള്ള ഐ മേക്കപ്പ് ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ ഉമ്മ.